ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എന്നീഡ. നമ്മൾ ഇന്ന് കാറ്റഡ് കാറ്റഗറി 3 സൈക്കോളജിയുടെ 2025 ജനുവരിയിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എ സ്റ്റുഡൻറ്റ് ഹാസ് ഫോളോവിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു വിദ്യാർത്ഥിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എൻജോയ് റീഡിങ് ബുക്സ് ആൻഡ് റൈറ്റിംഗ് എസ്സേ, easily solve complex problems, easily establishes good relationship with others, have excellent self-awareness. ഇതൊക്കെയാണ് ഒരു കുട്ടിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് തന്നത്. അതുമായിട്ട് യോജിക്കുന്ന മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉള്ളതാണ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ലിംഗ്വിസ്റ്റിക്, വെർബ്, ലോജിക്, മാത്തമാറ്റിക്കൽ, വിഷ്വൽ, സ്പേഷ്യൽ, ഇൻ്റർപേഴ്സണൽ. ലിംഗ്വിസ്റ്റിക്, വെർബൽ, ലോജിക്, മാത്തമാറ്റിക്, ഇൻ്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ. ലിംഗ്വിസ്റ്റിക്, വെർബൽ, ലോജിക്, മാത്തമാറ്റിക്, വിഷ്വൽ, സ്പേഷ്യൽ, ഇൻട്രാപേഴ്സണൽ. ലിംഗ്വിസ്റ്റിക്, വെർബ്, വിഷ്വൽ, സ്പേഷ്യൽ, ഇൻ്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നത്? റീഡിങ് ബുക്സ് ആൻഡ് റൈറ്റിംഗ് എസ്സേസ്. റീഡിങ് ബുക്ക്, റൈറ്റിംഗ് എസ്സേ എന്ന് പറയുമ്പം അത് ലിംഗ്വിസ്റ്റിക്, വെർബലാണ് അല്ലേ. ഈസിലി സോൾവ് കോംപ്ലക്സ് പ്രോബ്ലംസ്. കോംപ്ലക്സ് പ്രോബ്ലം ഈസിലി സോൾവ് ചെയ്യാന്ന് പറയുമ്പോൾ ലോജിക്, മാത്തമാറ്റിക് ആണ്. ഈസിലി എസ്റ്റാബ്ലിഷസ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്, അതേതാ വരിക? ഇൻ്റർപേഴ്സണൽ ആണ്. ഹാവ് എൻ എക്സലൻറ്റ് സെൽഫ് അവെയർനെസ് എന്ന് പറയുമ്പോൾ ഇൻട്രാപേഴ്സണൽ ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് നോക്കാം. അടുത്തത്: എ പാരൻറ്റ് ഓൾവേസ് പണിഷസ് ഹിസ് സൺ വിത്തൗട്ട് എനി ബേസിക് റീസൺ വെനെവർ ഹി റിട്ടേൺ ഹോം ഫ്രം ദ വർക്ക് പ്ലേസ്. ദിസ് ലീഡ് ദ ചൈൽഡ് ടു ഫിയർ ഹിം ആൻഡ് ഡെവലപ്പ് ആൻ ആങ്സൈറ്റി റിയാക്ഷൻസ് അറ്റ് ടൈം ഓഫ് അറൈവൽ ഓഫ് ദ പാരൻറ്റ്. എന്താ ഇവിടെ പറഞ്ഞത്? എ പാരൻറ്റ് ഓൾവേസ് പണിഷ് ഹിസ് സൺ അല്ലേ. എപ്പോഴൊക്കെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു അപ്പോഴൊക്കെ ആ പാരൻറ്റ് എന്ത് ചെയ്യും? സണ്ണിനെ പണിഷ് ചെയ്യും. ഇനി അതിനൊരു പ്രത്യേക കാരണമൊന്നും വേണ്ട, ഇല്ലാതെ തന്നെ വിതൗട്ട് എനി റീസൺ തന്നെയാണ് ഈ പാരൻറ്റ് സണ്ണിനെ എന്ത് ചെയ്യുന്നത്? പണിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് എന്താണ് വരുന്നത്? ഒരു ഫിയറും ആൻസൈറ്റിയും ആണ്. ഫാദർ വീട്ടിലേക്ക് വരുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് കുട്ടീൻ്റെ ഫിയറും ആൻസൈറ്റിയും ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഒരു കേസ് എന്തുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിച്ചത്. ക്ലാസിക്കൽ കണ്ടീഷനിങ്, ലോ ഓഫ് എഫക്റ്റ്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് മോട്ടോർ ലേണിംഗ്. വളരെ സിമ്പിൾ അല്ലേ. ഏതാണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് അല്ലേ. അത് കണ്ടീഷൻഡ് ആയിട്ട് മാറി കുട്ടീൻ്റെ. ഇവിടെ പാരൻ്റ് അറൈവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു നാച്ചുറൽ സ്റ്റിമുലസ് ആണ്. പണിഷ്മെൻറ്റ് അൺകണ്ടീഷൻ സ്റ്റിമുലസ് ആണ്. ഫിയർ ആൻഡ് ആൻസൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. സോ പാരൻ്റ് അറൈവ് ചെയ്യുന്ന ആ ടൈം ആകുമ്പോഴത്തേക്ക് കുട്ടീൻ്റെ ലേറ്റർ എന്തുണ്ടാവുന്നു? ഫിയർ ഉണ്ടാവുന്നു. സോ ദിസ് ഈസ് ലീഡ് ടു ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഓക്കെ, then third question: which among the following is not an appropriate approach of KCF 2007? KCF 2007-ഉമായിട്ട് ബന്ധമില്ലാത്തതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻറ്റ് ടു ലേണേഴ്സ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ, ടീച്ചേഴ്സ് റോൾ ആസ് അതോറിറ്റി ഓഫ് ക്ലാസ്, ഫെസിലിറ്റേറ്റ് കോപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ് ബേസ്ഡ് ഓൺ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആൻഡ് ക്രിട്ടിക്കൽ പെഡഗോഗി. ഇതിൽ KCF 2007-ഉമായിട്ട് ബന്ധമില്ലാത്ത, കേരള കരിക്കുലം ഫ്രെയിംവർക്കുമായിട്ട് ബന്ധമില്ലാത്തതാണ് ചോദിച്ചത്. ഏതാണ്? ടീച്ചേഴ്സ് റോൾ ആസ് അതോറിറ്റി ഓഫ് ദ ക്ലാസ് അല്ലേ. ഒരിക്കലും KCF-ൽ ഒരു ടീച്ചർ റോൾ എന്ന് പറയുന്നത് അതോറിറ്റി അല്ല. സോ നമ്മൾ KCF ആയിട്ട് ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട കാര്യം, KCF സ്ട്രെസ് ചെയ്യുന്നത് ലേണർ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ്, കൺസ്ട്രക്റ്റിവിസമാണ്, കൊളാബറേഷനാണ്. ഇവിടെ ടീച്ചർ അതോറിറ്റി ഒരു ട്രഡീഷണൽ അപ്രോച്ച് KCF ഫോളോ ചെയ്യുന്നില്ല. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അടുത്തത്: എ സ്റ്റുഡൻറ്റ് ഹാസ് ആൻ IQ ലെവൽ ഓഫ് 100 ദാറ്റ് സ്റ്റുഡൻറ്റ് ബിലോങ് ടു. ഇവിടെ ടെർം ആൻഡ് ക്ലാസിഫിക്കേഷൻ നിങ്ങൾ കൃത്യമായി നോക്കിയിരിക്കണം. IQ ലെവൽ 100 ഉള്ള കുട്ടി ഏതിൽ ഉൾപ്പെടുമെന്നാണ് ചോദിക്കുന്നത്. സുപ്പീരിയർ, ആവറേജ്, ഡൾ, മൊറോൺ. ഏതാണ്? ആവറേജ് കാറ്റഗറിയിലാണ് IQ ലെവൽ 100. അതായത് 90 to 109 വരെ വരുന്നത് ആവറേജ് ആണ്. 110 മുകളിലാണ് സുപ്പീരിയർ എന്ന് പറയുന്നത്. ബിലോ 80 ആകുമ്പോഴാണ് ഡൾ ഓർ മൊറോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ്: എ ബോയ് വിയറിങ് എ ഷർട്ട് വിത്ത് എ നോൺ നോട്ടീസബിൾ ഇങ്ക് സ്പോട്ട്
thinks that all will notice the ink spot. This is an example of a boy wearing a shirt with a non-noticeable ink spot thinks that all will notice the ink spot. അപ്പോൾ അത് ഏതാണ്? പേഴ്സണൽ ഫാബിൾ, ഇമാജിനറി ഓഡിയൻസ്, ഐഡൻറ്റിറ്റി ക്രൈസിസ് ആൻഡ് ഡെലിക്വൻസി. എന്താണ്? ഇമാജിനറി ഓഡിയൻസ് ആണ് അല്ലേ? അതായത് അഡോളസൻ ബിലീവ്സ് എവ്രി വൺ ഈസ് വാച്ചിങ് ദം. നമ്മൾ എന്ത് ചെയ്യാണ്? അഡോളസൻ പീരീഡിൽ ഒരു ഓവർ സെൽഫ് കോൺഷ്യസ് ആവാണ്. അപ്പോൾ ആ ഒരു പീരീഡിൽ അവർ വിചാരിക്കുന്നത് എല്ലാവരും തങ്ങളിലേക്കാണ് അവരുടെ ശ്രദ്ധ, എല്ലാവരും തങ്ങളെയാണ് നോക്കണേന്ന് പറയുന്ന ഒരു ഇമാജിനറി ഓഡിയൻസ് അവിടെ ഉണ്ടായിരിക്കും. പേഴ്സണൽ ഫാബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഐ ആം എ യുണീക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് പേഴ്സണൽ ഫാബിൾ എന്ന് പറയുന്നത്. ദെൻ ഐഡൻറ്റിറ്റി ക്രൈസിസും ഡെലിക്വൻസിയും നിങ്ങൾക്ക് അറിയായിരിക്കും. അടുത്ത ചോദ്യം, 2 students have same IQ. Which of the following cannot be corrected? 2 പേർക്ക് സെയിം IQ ഉണ്ട്. ഓപ്ഷൻ ഏതാണ് cannot be correct അല്ലാത്തതാണ് ചോദിച്ചത്. ബോത്ത് ക്യാൻ ഹാവ് ദ സെയിം ക്രോണോളജിക്കൽ ഏജ്, മെൻ്റൽ ഏജ്. ബോത്ത് ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് ക്രോണോളജിക്കൽ ഏജ് ആൻഡ് മെൻ്റൽ ഏജ്. വൺ ഈസ് എൽഡർ ദാൻ ദ അതർ. ബോത്ത് ക്യാൻ ഹാവ് ദ സെയിം ക്രോണോളജിക്കൽ ഏജ് ബട്ട് ഡിഫറെൻറ്റ് മെൻ്റൽ ഏജ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. IQ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെയാണ്? മെൻ്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ആണ്. സെയിം IQ ആണെങ്കിൽ സെയിം ക്രോണോളജിക്കൽ ഏജ് പ്ലസ് ഡിഫറെൻറ്റ് മെൻ്റൽ ഏജ് എന്ന് പറയുന്നത് ഒരിക്കലും പറ്റത്തില്ല. ദ ചെയർമാൻ ഓഫ് സ്റ്റിയറിംഗ് കമ്മിറ്റി ഓഫ് NCF 2005, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 ചെയർമാൻ ആരാണെന്നുള്ളത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രൊഫസർ യശ്പാലാണ് NCF 2005 സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ. The sensory memory for stimuli due to touch is known as. സെൻസറി മെമ്മറി ആണ് ചോദിക്കുന്നത്. ഫോർ സ്റ്റിമുലി ഡ്യൂ ടു ടച്ചിലൂടെ ഉണ്ടാവുന്നത് ഐക്കോണിക്, എക്കോയിക്, ഹാപ്റ്റിക് ആൻഡ് ഷോർട്ട് ടൈം മെമ്മറി. ഏതാണ്? ടച്ചിലൂടെ ഉണ്ടാകുന്നത് ഹാപ്റ്റിക് മെമ്മറിയാണ്. വിഷ്വലിലൂടെ ഉണ്ടാകുന്നതാണ് ഐക്കോണിക്. ഓഡിറ്ററിയിലൂടെ ഉണ്ടാകുന്നതാണ് എക്കോയിക് മെമ്മറി എന്ന് പറയുന്നത്. ഇനി ഇൻ്റലിജൻസ് ഈസ് ദ ഗ്ലോബൽ കപ്പാസിറ്റി. ഈ ഒരു ഡെഫിനിഷൻ ആരതാണ്? ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ കപ്പാസിറ്റി ആണെന്ന് പറഞ്ഞ ഡെഫിനിഷന് ഡേവിഡ് വെഷ്ലറുതാണ്. നെക്സ്റ്റ് ആർ നോട്ട് ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചർ. ഒരു ടീച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് എന്താണ്? ഗീവ് പണിഷ്മെൻറ്റ് ടു അച്ചീവ് മാക്സിമം സ്കോർ അല്ലേ? ഒരിക്കലും പണിഷ്മെൻറ്റ് കൊടുത്ത് ഒരു മാക്സിമം സ്കോർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പണിഷ്മെൻറ്റിലൂടെ ചെയ്യുന്നത് ഒരു ടീച്ചറെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. സോ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പാർട്ട് 2 കൂടി നിങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്നതാണ്. താങ്ക്